ഈ നമ്മുടെ ചെറുപ്പത്തിൽ ഈ WWE ഒക്കെ ഉണ്ടല്ലോ, ടൈം സ്പോർട്സിലേക്കാണ്. ഞാൻ അതിന്റെ ഭയങ്കര ആരാധകനാണ്. എനിക്ക് ജോൺ സിനയാണ് എൻ്റെ ഫേവറേറ്റ്. അപ്പോൾ എല്ലാ പരിപാടിയിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നല്ലൊരു അടിപൊളി, എന്താ പറയുക, നല്ലൊരു ഇടിപ്പടം, കളർഫുൾ ആയിട്ടുള്ളൊരു ഇടിപ്പടമാണ് നമ്മുടെ ചത്താപ്പച്ച എന്ന് പറയുന്ന ഈ സിനിമ. അദ്വൈത് നായർ ഡയറക്റ്റ് ചെയ്ത് റോഷൻ മാത്യു, അർജുൻ അശോകൻ, ഇഷാൻ ഷൗക്കത്ത് എന്നിവർക്കൊപ്പം നമ്മുടെ കൊച്ചു പയ്യനും കൂടെ സിനിമയിലുണ്ട്. അപ്പോൾ ഈ സിനിമ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ടൈം സ്പോർട്സിൽ ആ പരിപാടി കാണുക, എസ്പെഷ്യലി ആ റോയൽ റംബിളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, എന്ത് രസമായിരുന്നു അന്നൊക്കെ. അത് ഒരു പോയിന്റിൽ ഇതൊക്കെ നാടകമാണെന്ന് അറിഞ്ഞിട്ട് പോലും എന്നാലും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പരിപാടി കാണാൻ. ഞാൻ തറവാട്ടിലിരിക്കുന്ന സമയത്ത് അവർ കാണാൻ സമയത്ത് ഈ റോയൽ റംബിളൊക്കെ കറക്റ്റ് ഉച്ച സമയത്തൊക്കെ ചില സമയത്തുണ്ടാവും. പിന്നെ എന്തെങ്കിലും അവർക്കാർക്ക് എല്ലാവരും ബിസിയാണെന്നുണ്ടെങ്കിൽ ഞാൻ പതുക്കെ TV ഓണാക്കി ഈ സാധനം കാണാണ്ടിരുന്ന അടുത്ത ദിവസം നമ്മുടെ പിള്ളേർ വന്ന് ചർച്ച ചെയ്യണം, മറ്റേ ഇങ്ങനെ ചാടി. അപ്പോൾ അത് ഒരു വികാരമാണ്. അപ്പോൾ ഈ കാർഡ് കളി, ബിഗ് ഷോ 510 വെയിറ്റ്, ജോൺ സിന റാങ്ക് 1 എന്നൊക്കെ പറയുന്ന പോലെ, ഒപ്പം ഫൈറ്റ് ചെയ്യുന്നതോ ക്ലാസ്സിലാണെങ്കിൽ ഇതിനെ ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്. നമുക്ക് അനിയനും ഏട്ടനൊന്നും ഇല്ലാത്തതുകൊണ്ട് ക്ലാസ്സിൽ ഇത് ഇമിറ്റേറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഇത് ഭയങ്കര വികാരമായി കണ്ടവർക്ക് ഈ ചത്താപച്ച എന്ന് പറയുന്ന സിനിമ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ സിനിമയുടെ തുടക്കത്തിൽ നമ്മളെ 3 പേര് ബ്രദേഴ്സാണ്. അവർക്ക് ഈ കട്ട WWE ഫാൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു സിറ്റുവേഷൻ കാരണം അവർ പിരിഞ്ഞിട്ട് ഒരു പോയിന്റിൽ ഒന്നിച്ചിട്ട് ഇവർ കൊച്ചിയിൽ ഈ നമ്മുടെ WWE സെറ്റപ്പ് പോലെ കൊച്ചിയിൽ സെറ്റ് ചെയ്യാൻ പ്ലാൻ ഇടുകയാണ്. അങ്ങനെ ആ സെറ്റ് ചെയ്യുന്നതും പിന്നീട് നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമ പറയുന്നത്. നല്ല കിഡിലനായിട്ടുള്ള ഒരു അടിപ്പടമാണ് ചത്താപ്പച്ച എന്ന് പറയുന്നത്. കാരണം ഒരു രക്ഷയില്ല, എല്ലാവരും നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. ടെക്നിക്കൽ സൈഡായാലും ശരി, ആക്ടേഴ്സ് ആണെങ്കിലും ശരി. ഇതിൽ എനിക്ക് പറയാനുള്ള റോഷൻ മാത്യു മോനെ, പുള്ളിയുടെ സ്വാഗ് ഒടുക്കത്തെ സ്വാഗാണ് പുള്ളിൻ്റെ ഇൻട്രോ തൊട്ട് കിട്ടിയ ഒരു സ്വാഗ് ഉണ്ട്. പുള്ളിക്ക് ആ കൊടുത്ത ഒരു ഷെയ്ഡ് എല്ലാം പുള്ളി അത് ഗംഭീരമായിട്ടാണ് ചെയ്തിട്ടുണ്ട്. ഫൈറ്റ് സീക്വൻസ് ആയാലും അർജുൻ അശോകൻ പുള്ളി അർജുൻ അശോകൻ വേറെ ലെവലായിരുന്നു. പിന്നെ ഇഷാൻ ഷൗക്കത്ത് ഞെട്ടിച്ച് കളഞ്ഞിട്ടോ, നല്ല ഫൈറ്റൊക്കെ പുള്ളി കിഡിലനായിട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് കിഡിലും വേറൊരു ഐറ്റം കൂടിയുണ്ട്, വിശാഖ് നായർ എന്ന് പറയുന്ന സാധനം. പുള്ളി നമ്മുടെ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ കണ്ടാണ്. അതിൻ്റെ ഒരു ഗംഭീര വേറൊരു വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. തുടക്കത്തിലൊരു ജസ്റ്റ് ഇങ്ങനെ വന്നു പോകുന്ന ഒരു ക്യാരക്ടറാണ്, പക്ഷെ അപ്പോഴും ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ക്ലൈമാക്സ് ഒരു ഫൈറ്റ് ഉണ്ട് മോനെ, പുള്ളിയുടെ ഒരു കിഡിലൻ ഫൈറ്റ് ഉണ്ട്. പുള്ളി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഫിസിക്കും ആ ഫൈറ്റിൽ കാണിച്ച പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു ചെറിയൊരു ക്യാമിയോയും ഉണ്ട്. അതിൽ എനിക്ക് പറയാനുള്ളത് വേണ്ട, നിങ്ങൾ കണ്ട് ഇതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് പോകും എന്നുള്ളതാണ്. അപ്പോൾ ഗംഭീര സാധനമായിരുന്നു. പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കര, റോഷൻ മാത്യു ഒക്കെ ഇൻട്രോയ്ക്ക് കൊടുത്ത ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട്. മുജീബ് മജീദാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അതൊക്കെ ഒരു രക്ഷയില്ല. തിയേറ്ററിൽ ഈ ക്രൗഡഡ് ആയിട്ടുള്ള തിയേറ്ററിലൊക്കെ പോയി കണ്ട് നമ്മൾ ആസ്വദിക്കാൻ പറ്റുന്ന സിനിമയാണ്. കാരണം അങ്ങനെ കുറേ അങ്ങനത്തെ സിനിമകളുണ്ട്. ഒപ്പം പിന്നെ ആർട്ടിസ്റ്റുകളായിട്ട് വന്ന മറ്റേ നമ്മുടെ കുരുവി എന്നുള്ളൊരു ക്യാരക്ടർ ചെയ്ത പുള്ളിക്കാരിയുണ്ട്. എൻ്റെ ആളൊരു രക്ഷയില്ല. കാർമൻ മാത്യു ആണ് നടി. പിന്നെ 1-2 പേരൊക്കെ ഉണ്ട് നല്ല കിഡിലനായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഫൈറ്റ് സീക്വൻസ് ഇവർ സെറ്റ് ചെയ്ത ഒരു ആർട്ട് പരിപാടി, അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ നല്ല അത്യാവശ്യം എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന സിനിമയാണ് ചത്താപച്ച എന്ന് പറയുന്നത്. പിന്നെ ഫസ്റ്റ് ഹാഫിനെ അപേക്ഷിച്ച് എനിക്ക് സെക്കൻഡ് ഹാഫ് കുറച്ച് ഡ്രാഗ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തു. കാരണം ഫസ്റ്റ് ഹാഫിൽ തന്നെ നല്ല സ്പോണ്ടേനിയസ് ആയിട്ട് കൊണ്ടുപോയി. നല്ലൊരു കൺസെപ്റ്റ്, ഈ WWE എങ്ങനെ മലയാളത്തിൽ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ള നല്ലൊരു കൺസെപ്റ്റ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. ആ കോൺഫ്ലിക്റ്റ് പക്ഷേ പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്തുമില്ല. പിന്നെ പക്ഷേ ഇമോഷണൽ സൈഡൊക്കെ നന്നായി വർക്കായിട്ടുണ്ട്. പിന്നെ ഇതൊക്കെയാണ് ഈ സിനിമൻ്റെ ഒരു മെയിൻ കാര്യങ്ങൾ. പറഞ്ഞാൽ സെക്കൻഡ് ഹാഫ് ഇങ്ങനെ ഒരു ഇതാകാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇനിയിപ്പോൾ മുന്നോട്ട് എങ്ങനെയാണ് പോകുക എന്നുള്ളത്. എങ്ങനെയൊക്കെയോ പോയി തീർക്കണം എന്നുള്ളൊരു പോയിന്റിലോട്ട് വന്ന പോലെ തോന്നി. ആ ഒരു മെയിൻ സ്റ്റോറി ലൈന് വിട്ടു. പിന്നെ അങ്ങനെ ഈ സാധനം നന്നായി കൊണ്ടുവന്നിട്ട് ഇനിയിപ്പോൾ ക്യാമിയോ കൊണ്ടുവന്നു. ഓക്കെ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ആ ക്യാമിയോ കൊണ്ട് രക്ഷിക്കുന്ന പോലെ ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ എല്ലാ അവസാനം പര്യവസാനം എങ്ങനെയൊക്കെ തീർക്കാം എന്ന് വിചാരിച്ച പോലെ തീർത്ത പോലെയായി. ബട്ട് സ്റ്റിൽ ഒരു ഗുഡ് വാച്ച് തന്നെയാണ് ചത്താപച്ച എന്ന് പറയുന്ന സിനിമ. സോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. ബൈ.